സുധാകരൻ എംപിയുടെ അധ്യക്ഷതയിൽ ഇന്ദിരാ ഭവനിലാണ് യോഗം. അയോധ്യ വിഷയത്തിൽ നേതാക്കൾക്കിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങളിലും ഒരു പക്ഷേ നിർവാഹക സമിതിയിൽ ഉയർന്നേക്കും. സർക്കാരിനെതിരായ തുടർ സമര പരിപാടികളും യോഗം ചർച്ച ചെയ്യും. കെ സ്റ്റെഫിനാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. സ്റ്റെഫിൻ, നോക്കൂ, ഈ പരിപാടിയിൽ നേതാക്കൾക്ക് പലപ്പോഴും ചോദ്യങ്ങൾക്ക് മുൻപിൽ കൃത്യമായ ഒരു മറുപടി നൽകാൻ പോലും ഈ അയോധ്യ വിഷയത്തിൽ സംസ്ഥാനത്തെ നേതാക്കൾക്ക് കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അത് ചർച്ചയാകുമോ? ഈ നവകേരള സദസ്സിനെതിരെ ഒരു വിചാരണ സദസ്സൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അത് എന്തായി എന്ന് കേരളം കണ്ടതാണ്. അതും ചർച്ചയാകുമോ? ആര്യ, ഏറ്റവും പ്രധാനമായും AICC ജനറൽ സെക്രട്ടറിയായി കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയായി ദീപാദാസ് മുൻഷി ചുമതല ഏറ്റെടുത്തതിനു ശേഷമുള്ള നിർവാഹക സമിതി യോഗമാണ് അല്പസമയത്തിനകം തന്നെ ഇവിടെ ചേരുന്നത്. ഏറ്റവും പ്രധാനമായും KPC പ്രസിഡന്റ് K. സുധാകരൻ നാളെ ചികിത്സാർത്ഥം അമേരിക്കയിലേക്ക് പോവുകയാണ്. പകരം ആർക്കെങ്കിലും ചുമതല നൽകണമോ അല്ലെങ്കിൽ ഈ വർക്കിംഗ് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ ഈ കാര്യപരിപാടികൾ, തുടർ സമര പരിപാടികൾ അടക്കമുള്ള കാര്യങ്ങൾ ഏകോപിപ്പിച്ച് മുന്നോട്ട് പോയാൽ മതിയോ എന്നടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമായും ചർച്ച ചെയ്യാം. അതുപോലെ തന്നെ നേരത്തെ ആര് സൂചിപ്പിച്ചതുപോലെ ഈ അയോധ്യ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നേതാക്കൾക്കിടയിൽ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ആശയക്കുഴപ്പങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ആ കാര്യങ്ങളും ഒരുപക്ഷെ ഈ ഇന്ന് നടക്കുന്ന നിർവാഹക സമിതി യോഗത്തിൽ ചർച്ചയാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം നവകേരള സദസ്സിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നെങ്കിലും ഈ കുറ്റവിചാരണ സദസ്സ് അടക്കമുള്ള കോൺഗ്രസിൻ്റെ സമരപരിപാടികൾ ഒരു പാളിയ സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി എങ്ങനെയാണ് തുടർ സമരപരിപാടികൾ വേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ന് നേതാക്കളുടെ അഭിപ്രായം തേടും. അത് അനുസരിച്ച് മുന്നോട്ട് പോകാനായിരിക്കും ഇനിയുള്ള കോൺഗ്രസിൻ്റെ ശ്രമം. അതോടൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ഇത് സംബന്ധിച്ചുള്ള നേതാക്കളുടെ അഭിപ്രായങ്ങളും ദീപാദാസ് മുൻഷി കേൾക്കും. ഈ കാര്യങ്ങളിലൊക്കെയാണ് പ്രധാനമായും ഇന്ന് നിർവാഹക സമിതി യോഗത്തിൽ പ്രധാനമായും ചർച്ചകൾ ഉണ്ടാകുക. അല്പസമയത്തിനകം തന്നെ നേതാക്കൾ എത്തിച്ചേരും. 10:30 തന്നെ നിർവാഹക സമിതി യോഗം ചേരുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സ്റ്റെഫിൻ, നേരത്തെ ഞാൻ ചോദിച്ചു, തുടർ സമര പരിപാടികൾ ഒരുപക്ഷെ ചർച്ചയായേക്കാമെന്ന് സ്റ്റെഫിൻ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു വിചാരണ സദസ്സ് നടത്തിയിരുന്നു, സർക്കാർ എന്ത് ചെയ്തു? ഈ നവകേരള സദസ്സിനൊപ്പം UDFന്റെ ഒരു വലിയ ഒരു പ്രക്ഷോഭ പരിപാടിയായിരുന്നത്. പക്ഷേ അതിൽ എന്തുണ്ടായി? എത്ര ആളുകൾ പങ്കെടുത്തു എന്ന വലിയ ചോദ്യം ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. അതിന്റെ ഒരു ഓഡിറ്റിംഗ് നടക്കുമോ ഇന്നത്തെ യോഗത്തിൽ? പ്രത്യേകിച്ചും നവകേരള സദസ്സിനെതിരെ വലിയ രീതിയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ KSUവിൻ്റെയും ഏറ്റവും ഒടുവിൽ സമാപന ദിവസം കോൺഗ്രസിൻ്റെ അടക്കം വലിയ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ പ്രതിഷേധങ്ങളുടെ ഭാഗമായി പലരും ജയിലിലടയ്ക്കപ്പെട്ട സ്ഥിതി വരെ ഉണ്ടായി. അവർക്കുള്ള നിയമസഹായം അടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ന് ഏത് തരത്തിൽ ഇനി തുടർ സമര പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്യുക. ഇപ്പോൾ നേതാക്കളുടെ അല്ലെങ്കിൽ KPCCയുടെ ഒരു വ്യക്തമായ ധാരണ എന്ന് പറയുന്നത് നവകേരള സദസ്സിനെതിരെ നടത്തിയ പ്രക്ഷോഭങ്ങളിൽ വിജയം കണ്ടു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇനിയുള്ള തുടർ സമര പരിപാടികൾ എങ്ങനെ വേണം എന്നുള്ള കാര്യമായിരിക്കും പ്രധാനമായും ചർച്ച ചെയ്യുക. അതോടൊപ്പം തന്നെ കുറ്റവിചാരണ സദസ്സിനെ സംബന്ധിച്ചിടത്തോളം നേതാക്കൾ പ്രധാനമായും പറയുന്നത് ഇത് മണ്ഡലാടിസ്ഥാനത്തിൽ നടന്ന പരിപാടിയാണ്, ജനങ്ങളിലേക്ക് അത് കൂടുതൽ എത്തിയിട്ടില്ല എന്നൊരു തരത്തിലുള്ള അഭിപ്രായ പ്രകടനം പല നേതാക്കൾക്കിടയിലും ഉണ്ട്. അതടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് പക്ഷേ ഈ ചികിത്സയ്ക്കായി KPCC അധ്യക്ഷൻ അമേരിക്കയിലേക്ക് പോകുന്ന പശ്ചാത്തലത്തിൽ ഒരു പകരം ചുമതല മറ്റാർക്കെങ്കിലും നൽകണമെന്നൊരു ആവശ്യം ഒരുപക്ഷെ KPCC നിർവാഹക സമിതിയിൽ ഉയർന്നേക്കും.